ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീ. രാത്രിയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെയുള്ള രാത്രിയാണ്? ജഗതോ നിവേശനീം, ജഗത്തിനെ നിവേശിപ്പിക്കുന്നവൾ. നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത്തിനെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക, വീട്ടിലേക്ക് കൊണ്ടുവരിക. പക്ഷികളാണെങ്കിൽ അവരുടെ കൂട്ടിലേക്ക് കൊണ്ടുവരിക, മറ്റു മൃഗങ്ങളാണെങ്കിൽ അവരുടെ ആവാസ സ്ഥാനങ്ങളിലേക്ക്, മനുഷ്യരെ അവരുടെ ഗൃഹങ്ങളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിദ്രാപ്രദാനത്തിലൂടെ അവർക്ക് സന്തോഷം നൽകുക. ഇതാണ് രാത്രിയുടെ ചുമതല. ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീം, ജഗത്തിനെ നിവേശിപ്പിക്കുന്നവൾ. എങ്ങനെയാണ് നിവേശിപ്പിക്കുന്നത്? ഒരമ്മ കുഞ്ഞിനെ തട്ടി താലോലിച്ച് ഉറക്കുന്നത് പോലെ മെല്ലെ അവിടെ പിടിച്ചു കിടത്തി അമ്മ മെല്ലെ അതിന്റെ ദേഹത്ത് തട്ടി 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 എന്ത് ചെയ്യും? കുട്ടിയെ ഉറക്കും. അതുപോലെയാണത്രേ രാത്രി. പകൽ രണ്ടാണ് ചെയ്യുന്നത്. പകൽ എന്താണ് ചെയ്യുന്നത്? പകൽ നേരെ വിപരീതമാണ്. പകൽ എല്ലാവരെയും ഉണർത്തുന്നു. രാത്രി എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഉറക്കുന്നു. രാത്രിയാകുമ്പോൾ നമുക്ക് സ്വതഹ ഏവ എന്താണ്? പൊതുവിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഉറങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രേരണ നമുക്ക് രാത്രിയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഹൊയാമി രാത്രിയും ജഗതോ നിവേശനീം. ഈ ആശയത്തെ നമ്മുടെ സുകവികളും എടുത്ത് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. പഴയ കവികൾ കാളിദാസനെയും ഭാസനെയും ഒക്കെ പോലെയുള്ള കവികൾ വൈദികങ്ങളായ ആശയങ്ങൾ തങ്ങളുടെ കൃതികളിലൂടെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സംസ്കൃതത്തിന്റെ നാടകം തന്നെ, പഴയ നാടകങ്ങൾ എടുത്തു നോക്കിയാൽ നാടകത്തിന്റെ ഇതിവൃത്തം, നാടകം ഖ്യാതവൃത്തം സ്യാത്, ഖ്യാതവൃത്തമായിരിക്കണം, പ്രസിദ്ധമായ ഇതിവൃത്തമായിരിക്കണം എന്നാണ് നാടകത്തിന്. എന്തിനാണ് ഈ പ്രസിദ്ധമായ ഇതിവൃത്തം? പിന്നെ അതിന്റെ കഥ നമുക്ക് എന്താണ് അറിയാനുള്ളത്, അല്ലേ? അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ പല നാടകം കാണുന്നത്? നാടകം തന്നെ ഇല്ലാണ്ടായി തുടങ്ങി. സിനിമ കാണുന്നത് ആ കഥ എന്താണ്? അതാണ് നമുക്ക് വളരെ കാര്യമായിട്ട് അറിയേണ്ട ഒരു വിഷയം. പക്ഷെ കഥ, അറിയുന്ന കഥ തന്നെ എടുത്ത് അതിലൂടെ കവികൾ അവരുടെ ദർശനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതും പ്രത്യേകിച്ച് വൈദികങ്ങളായിട്ടുള്ള ദർശനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് അഭിജ്ഞാന ശാകുന്തളത്തിന്റെ കാര്യം നമുക്കറിയാം, അല്ലേ? അത് എന്താണ്? ശകുന്തളോപാഖ്യാനം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ കാളിദാസന്റെ ഈ രഘുവംശം മഹാകാവ്യം, രഘുവംശ